ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാർട്ട് പാറ്റേൺ അനാലിസിസിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ സീരീസ്. ഇത് ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ വീഡിയോ അല്ല, കുറേയധികം വീഡിയോസ് ഉണ്ടാകും. ഓരോ പാറ്റേണും ഓരോ വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം വെറുതെ ഒരു ചാർട്ട് എടുത്ത് ഒരു ചാർട്ട് പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു പോവുകയല്ല, ആ ചാർട്ട് പാറ്റേണിനെ കുറിച്ച് വിശദമായിട്ട് അതിൻ്റെ ഗുണവും ദോഷവും. ഒരിക്കലും ഒരു ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് 100% വർക്കാകുന്ന അല്ലെങ്കിൽ 100% സക്സസ് ആവുന്ന ഒരു ചാർട്ട് പാറ്റേൺ അല്ല. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ടെക്നിക്കൽ അനാലിസിസ് എടുത്താലും, ഏതൊരു ഫണ്ടമെന്റൽ അനാലിസിസ് എടുത്താലും ഒന്നും തന്നെ നമുക്ക് 100% ഉറപ്പിച്ച് ഒരു എൻട്രി തരുന്ന പാറ്റേണുകളോ അനാലിസിസുകളോ ഒന്നും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലില്ല. ഏതൊരു ചാർട്ട് പാറ്റേൺ ആയാലും അതിൽ വിജയ ശതമാനവും തോൽക്കുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പം നമ്മൾ ഓരോ പാറ്റേണും പഠിപ്പിക്കുന്നത് അതിൻ്റെ പ്രൈസ് ആക്ഷനും അത് അതിൻ്റെ എൻട്രിയും എക്സിറ്റും അല്ലാന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ടാണ് ഓരോ ചാർട്ട് പാറ്റേണും പഠിപ്പിക്കുന്നത്. അപ്പം തന്നെ ആ ചാർട്ട് പാറ്റേൺ അധികം വീഡിയോ അധികം നീണ്ടുപോകാൻ സാധ്യതകളുള്ളതുകൊണ്ടാണ് ഓരോ ചാർട്ടായിട്ട് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇത് കുറേ അധികം എത്രത്തോളം നമുക്ക് ചാർട്ട് പാറ്റേണുകൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രയും നമ്മൾ ഉൾപ്പെടുത്തും. ഒന്നും വിടാതെ എല്ലാ ചാർട്ട് പാറ്റേണുകളും ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തും. അപ്പം എനിക്കറിയാവുന്ന കുറേ പാറ്റേൺസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാത്തയും ഒരുപാട് പാറ്റേൺസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും പാറ്റേണുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സീരീസിൽ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തി അതിനെക്കുറിച്ചുള്ള അനാലിസിസുകളും ഈ ഒരു വീഡിയോ സീരീസിൽ ചെയ്യുന്നതാണ്. നമ്മൾ കാൻഡിൽ സ്റ്റിക്കുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പലരും പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ട്രേഡ് എടുക്കുന്നവർ ഒരു കാൻഡിൽ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഷോർട്ട് ടൈമിലോട്ടോ ഒരു ലോങ് ടൈമിലോട്ടോ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട്, ഒരു ചാർട്ട് ഫുള്ളായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട്, ഒരു ക്യാൻഡിലല്ല ഒരു കൂട്ടം ക്യാൻഡിലുകൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 60-70% വിജയ സാധ്യതയോടുകൂടി നമുക്ക് ട്രേഡുകൾ എടുക്കാൻ പറ്റുന്നതാണ് ചാർട്ട് പാറ്റേണുകൾ. ചാർട്ട് പാറ്റേണുകൾ എന്ന് പറയുന്നത് ഓരോ പ്രൈസിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് ഓരോ പാറ്റേണുകൾ രൂപം കൊള്ളുന്നത്. ഇപ്പം പെട്ടെന്ന് നമ്മൾ രാവിലെ ഒരു ഇൻട്രാഡേ തുടങ്ങിയിട്ട് ആ ഇൻട്രാഡേയുടെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളൊരു സ്വിങ്ങിനോ ഒരു ലോങ് ടൈമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയോ അല്ലെങ്കിൽ പ്രീവിയസ് മന്തോ ഒക്കെ നമ്മൾ വലിയ ചാർട്ട് പാറ്റേണുകൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഇൻട്രാഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കും നമുക്കൊരു ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്തരം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മളൊരു ചാർട്ട് പാറ്റേൺ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടൈപ്പും അല്ലെങ്കിൽ അതിൻ്റെ റിവേഴ്സ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോ ആയിരിക്കും. 1-2 വീഡിയോകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോ ചാർട്ട് പാറ്റേണുകളും നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യം ഈ ചാർട്ട് പാറ്റേൺ അനാലിസിസുകൾക്ക് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ 2-3 വീഡിയോയിലായിട്ട് പറഞ്ഞു വെക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ചാർട്ട് പാറ്റേൺ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ചാർട്ട് പാറ്റേണുകൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒക്കെ വരുന്ന കാര്യങ്ങൾ, ഇപ്പം വെറുതെ ഒരു ചാർട്ട് പാറ്റേൺ നമ്മൾ പഠിച്ചിട്ട് കാര്യമല്ല. പലരും പഠിപ്പിക്കുന്നത് ഒരു ചാർട്ട് പാറ്റേൺ ഒരു 2 ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നു, അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് റിവേഴ്സും മാർക്കറ്റ് ആ ഒരു പാറ്റേൺ വരാൻ സാധ്യതയുണ്ട്. അതിനെ ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കതൊരു സ്ട്രോങ് ഒരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പ്രൈസ് ആക്ഷൻ കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ 1-2 വീഡിയോയിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചാർട്ട് പാറ്റേൺസ് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം.
ഈ ഒരു ചാർട്ട് പാറ്റേൺ കോഴ്സ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്? ഇത് ബിഗിനേഴ്സിനും ഉപയോഗിക്കാം, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രേഡറിനും ഉപയോഗിക്കാം. കാരണം ഈ ഒരു വീഡിയോ സീരീസിൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് വശങ്ങൾ ഓരോ പാറ്റേണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രേഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ ഉപയോഗിക്കുന്നത് വെറും പ്രൈസ് ആക്ഷൻ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വെറും ഇൻഡിക്കേറ്റേഴ്സ് മാത്രമായിരിക്കും ചില എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗിനറായിട്ട് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിലൊരു വിജയ സാധ്യതയുള്ള ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഒരു ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു 50% വിജയ സാധ്യതയുള്ള ഒരു ട്രേഡ് നമുക്ക് കൺഫർമേഷനോടുകൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ടെക്നിക്കൽ അനാലിസിസ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 to 70% കൺഫർമേഷനിൽ നമുക്കൊരു ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെടുന്നത് ബിഗിനേഴ്സിനാണ്. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുവാൻ ആലോചിക്കുന്നില്ല അവർ. കാരണം എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും അവർ പഠിച്ചത് തന്നെയാണ് നമ്മളൊരു ചാർട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. പക്ഷെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ കൃത്യമായിട്ട് തുടക്കം മുതൽ അതിന്റെ ബേസിക് തൊട്ട് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ബിഗിനറിന് ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ ചാർട്ട് പാറ്റേൺ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏതിലൊക്കെ ഉപയോഗിക്കാം? ഈ ചാർട്ട് പാറ്റേൺസ് ഏതിലൊക്കെ ഉപയോഗിക്കാം? സ്റ്റോക്കിൽ ഉപയോഗിക്കാം, ഡെറിവേറ്റീവ്സിൽ ഉപയോഗിക്കാം. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, അങ്ങനത്തെ ഇൻഡെക്സുകളിൽ ഇത് ഉപയോഗിക്കാം. ബോണ്ടിൽ ഉപയോഗിക്കാം, കോമോഡിറ്റീസിൽ ഉപയോഗിക്കാം, കറൻസീസിൽ ഉപയോഗിക്കാം. ഇതൊരു ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, നമുക്ക് ലോകത്തിലുള്ള ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും ഒരു ചാർട്ട്, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏത് രാജ്യത്തിലുള്ള ചാർട്ടിൽ വേണമെങ്കിലും, ഏത് ടൈപ്പ് അസറ്റിൽ വേണമെങ്കിലും, ഇപ്പം സ്റ്റോക്ക്, ഡെറിവേറ്റീവ്സ്, അങ്ങനത്തെ ഏതിലും ഇത് വർക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു പ്രൈസ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു പാറ്റേണിലൂടെ ആയിരിക്കും. ഒരു പാറ്റേണിലൂടെ സഞ്ചരിച്ചിട്ടായിരിക്കും അതിലൊരു റിവേഴ്സോ അല്ലെങ്കിൽ ഒരു റൊട്ടേഷനോ ഒക്കെ വരുന്നത്. മാർക്കറ്റ് ഒരിക്കലും ഒരു അന്തവും കുന്തവും ഇല്ലാണ്ടല്ല സഞ്ചരിക്കുന്നത്. മാർക്കറ്റിന് സഞ്ചരിക്കുന്നതിന് എപ്പോഴും ഒരു പാതയുണ്ട്. ആ പാതയിലൂടെ മാത്രമേ മാർക്കറ്റ് സഞ്ചരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം സഞ്ചാര പാതകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് നമ്മുടെ ഈ ഒരു വിജയം വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാ ടൈപ്പ് അസറ്റുകളിലും നമുക്ക് ഈ ചാർട്ട് പാറ്റേൺസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ടൈപ്പ് ഓഫ് ട്രേഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് ട്രേഡിങ്ങിന് വേണമെങ്കിലും ഈ ഒരു ചാർട്ട് പാറ്റേൺ ഉപയോഗിക്കാൻ പറ്റും. അപ്പം സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിലും, ലോങ് ടൈം ട്രേഡിങ്ങിനാണെങ്കിലും, ഇൻട്രാഡേക്ക് ആണെന്നുണ്ടെങ്കിലും, ഈവൻ സ്കാൽപ്പിങ്ങിന് വേണമെങ്കിലും നമുക്ക് സ്കാൽപ്പിങ്ങിന് വരയ്ക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചാർട്ട് പാറ്റേൺസ്. കാരണം ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ലോങ് ടൈമിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ചാർട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ല ഇപ്പം സ്വിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈം ഫ്രെയിമിൽ നമുക്ക് ചാർട്ടുകൾ അനലൈസ് ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ ഇൻട്രാഡേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈവൻ 1 മിനിറ്റിൽ പോലും നമുക്ക് ചാർട്ട് പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ടെക്നിക്കൽ അനാലിസിസ് ഇത് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ്, ഒരിക്കലും ഫണ്ടമെന്റൽ അനാലിസിസ് അല്ല. വെറും പ്രൈസ് ആക്ഷൻ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് മാത്രമാണ് ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഹൗ ടു ഐഡന്റിഫൈ ദ ചാർട്ട് പാറ്റേൺസ്? നമുക്കൊരു ചാർട്ട് പാറ്റേൺ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് കുറച്ച് ക്യാൻഡിലുകൾ ഫോം ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അല്ലാതെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് പോയിട്ട് എവിടെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ആദ്യത്തെ ഒരു മണിക്കൂറിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് 1 മിനിറ്റിലൊക്കെ ഇട്ട് ചെറിയ ടൈം ഫ്രെയിമിലിട്ട് നോക്കാം. പിന്നെ മാർക്കറ്റിന്റെ ടൈം കൂടുന്തോറും നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ചാർട്ട് പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചാർട്ട് പാറ്റേൺ ക്ലാസിഫിക്കേഷൻ ഇതിലെന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും അതിൽ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. ഒന്ന് ഡയറക്ഷൻ. ഒരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ സംഭവിക്കുന്നത് ഒരു ഡയറക്ഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അത് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് തിരിച്ചെങ്ങോട്ട് പോകാൻ സാധ്യത, അതാണ് ടൈപ്പ്. അതായത് ഇപ്പം ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ബുള്ളിഷ് ആയിരിക്കും അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കും. ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കും. അത്തരം 2 കാര്യങ്ങൾ ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും ഈ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ്, 2
റിവേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ. ഈ രണ്ട് കാര്യങ്ങളും, ഡയറക്ഷനും ടൈപ്പും, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. ലോജിക് ആൻഡ് സൈക്കോളജി ബിഹൈൻഡ് ദ പാറ്റേൺസ്. ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് ആക്ഷൻ ആണ്. പ്രൈസ് ആക്ഷനും സൈക്കോളജിയും ഉണ്ട്. ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ചാർട്ട് പാറ്റേണിലും അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ടാവും, ലിമിറ്റേഷൻസും ഉണ്ടാവും. ഒരിക്കലും 100% ഏതൊരു ചാർട്ട് പാറ്റേണും 100% വർക്കാവുന്ന ചാർട്ട് പാറ്റേൺസ് ആയിരിക്കില്ല. ഒരിക്കലും നമുക്ക് 100% വിശ്വസിച്ച് ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സാധ്യതകൾ മാത്രമാണ്. ഏതൊരു ചാർട്ട് പാറ്റേൺ ആയിരുന്നാലും അതിൽ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു ചാർട്ട് പാറ്റേണിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ടാകും, ലിമിറ്റേഷൻസും ഉണ്ടാകും. അത് ഫെയിൽ ആകാനുള്ള സാധ്യതയും ഓരോ ചാർട്ട് പാറ്റേണിനും ഉണ്ടാകും. ചാർട്ട് പാറ്റേൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷൻ ആൻഡ് ടൈപ്പ്. എന്താണ് ഡയറക്ഷൻ? ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുകിൽ ബുള്ളിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കും. ഈ രണ്ട് സാധനമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വൈസ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു ചാർട്ട് പാറ്റേൺ 99% നമ്മളൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് ഡയറക്ഷൻ കാണും. ഒന്നുകിൽ ബുള്ളിഷ് ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബെയറിഷ് ഡയറക്ഷൻ ആയിരിക്കും. രണ്ടാമത്തത് ടൈപ്പ്. എന്താണ് ടൈപ്പ്? ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ റിവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിരിക്കും. ഇല്ലേ? നമ്മളിപ്പം ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും, ഏതൊരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഒന്നുകിൽ ബുള്ളിഷ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ബെയറിഷ് ടൈപ്പ് ആയിരിക്കും. പ്രൈസ് ഡയറക്ഷൻ ആഫ്റ്റർ ദ ചാർട്ട് പാറ്റേൺ അപ്പിയേഴ്സ്. അതായത് ഒരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ആ ചാർട്ട് പാറ്റേൺ അതുവരെ സഞ്ചരിച്ചിരുന്ന പ്രൈസ് ആക്ഷൻ, പ്രൈസ് ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത് വരുന്നത്. ഒന്നുകിൽ മുകളിലോട്ട് പോയതിനു ശേഷം ചാർട്ട് മുകളിലോട്ട് പോകുന്നത് ബുള്ളിഷ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ താഴോട്ട് വരുന്നത് ബെയറിഷ് ആയിരിക്കും. ഈ ബെയറിഷ് കഴിഞ്ഞിട്ടായിരിക്കും ഡയറക്ഷൻ മാറുന്നത്. ഇല്ലേ? പ്രൈസ് ആദ്യം സഞ്ചരിക്കുന്ന ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്ഷൻ മാറുമ്പോഴാണ് ആ ഒരു ചാർട്ട് പാറ്റേൺ വർക്ക് ആവുന്നത്. അത് തിരിച്ച് ബുള്ളിഷ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ, ഒരു ബുള്ളിഷ് ചാർട്ട് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ടൈപ്സ്, രണ്ട് ടൈപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂഷൻ പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് പാറ്റേണും ഉണ്ട്. നമ്മൾ ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും ആ ചാർട്ട് പാറ്റേൺ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇപ്പം ഒരു അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടിൽ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് വരുമെന്നാണ് നോക്കുന്നത്. അല്ലേ? ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ചാർട്ട് പാറ്റേണും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ കിട്ടി. മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിന്റെ ബോട്ടം കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. അവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ആ ട്രെൻഡ് ലൈൻ പൊട്ടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? അവിടെ റിവേഴ്സൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ റിവേഴ്സലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ചില പാറ്റേൺ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് കുറച്ച് താഴോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകും. ഇതിനാണ് നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത്. ഒന്നുകിൽ മുകളിലോട്ടുള്ള ബ്രേക്ക്ഔട്ട്, അല്ലെങ്കിൽ താഴോട്ടുള്ള ബ്രേക്ക്ഔട്ട്. അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ആ ഒരു ഹയർ ഹൈ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂഷൻ ആവും. അല്ല താഴോട്ടാണ് വരുന്നതെങ്കിൽ അത് റിവേഴ്സൽ ആവും. അപ്പം ടൈപ്പിൽ ഇത്തരം രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ റിവേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് എപ്പോഴും 99% ഒരു പാറ്റേണിൽ സംഭവിക്കുന്നത്. അടുത്ത് വരുന്നത് റിവേഴ്സൽ, ബുള്ളിഷ് റിവേഴ്സൽ. ബുള്ളിഷ് റിവേഴ്സൽ എങ്ങനെയാണ്? ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത് താഴോട്ട് വരുന്ന മാർക്കറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ട് വരുന്ന ഒരു മാർക്കറ്റിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലോട്ട് പോകുന്നതിനാണ് ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് നമ്മൾ എവിടെയാണ്, നമ്മളൊരു സപ്പോർട്ട് കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്നതാണ്. ഇല്ലേ? ആ ഒരു സപ്പോർട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നതിനാണ് ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത് ഒരുപാട് പാറ്റേൺസിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 20 പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 പാറ്റേണിൽ നമുക്ക് ബുള്ളിഷ് റിവേഴ്സലും കാണും, ബെയറിഷ് റിവേഴ്സലും കാണും. അതുപോലെ തന്നെ കണ്ടിന്യൂഷനും കാണും. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂഷൻ പാറ്റേണുകളും റിവേഴ്സ് പാറ്റേണുകളുമാണ്. അപ്പോൾ ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോകുന്നതിന് നമ്മൾ ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബെയറിഷ് റിവേഴ്സൽ. മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, ഒരു അപ് ട്രെൻഡിലോട്ട് ഒരു ചാർട്ട് പാറ്റേൺ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മുകളിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ട്രെൻഡ് ലൈൻ, നമ്മളിപ്പോൾ മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിൽ ബോട്ടത്തിലിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. അവിടുന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് താഴോട്ട് മാർക്കറ്റ് വരുന്നതിനാണ് ബെയറിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം റിവേഴ്സലിൽ ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.
ഏതൊരു ചാർട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് വശങ്ങളുണ്ടാവും. ബുള്ളിഷ് റിവേഴ്സൽ ഉണ്ടാവും, ബെയറിഷ് റിവേഴ്സലും ഉണ്ടാകും. കണ്ടിന്യൂഷൻ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴെ വന്ന് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോവാണ്. ഈ ഒരു ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും? ബുള്ളിഷ് കണ്ടിന്യൂഷൻ ആണ്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടി താഴോട്ട് വരുന്നതാണ് നേരത്തെ പഠിച്ചത് ബെയറിഷ്. ഇത് വന്നിട്ട് ബുള്ളിഷ് കണ്ടിന്യൂ പാറ്റേൺ ആണ്. താഴോട്ട് വരുന്ന മുകളിലോട്ട് പോകുന്ന മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബെയറിഷ് മാർക്കറ്റ് വരുന്നത്, ബെയറിഷ് കണ്ടിന്യൂഷൻ വരുന്നത്. താഴോട്ട് വരുന്ന ഒരു മാർക്കറ്റിൽ തിരിച്ച് നമ്മൾ റിവേഴ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്തിട്ടോ തിരിച്ച് മുകളിലോട്ട് പോകുന്നതിനെയാണ് ബെയറിഷ് കണ്ടിന്യൂഷൻ. താഴോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി താഴോട്ട് വരുന്നതിനാണ്, ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി താഴോട്ട് വരുന്നതിനാണ് ബെയറിഷ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് സംഭവിക്കുന്നതാണ് അൺസർട്ടൺ. ഒരിക്കലും ഇത്തരം ഈ ഒരു ചില സമയത്ത് നമ്മൾ എത്ര ചാർട്ട് വരച്ചു കഴിഞ്ഞാലും ചെറിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. നമ്മൾ വിചാരിക്കും എന്താണ് കണ്ടിന്യൂഷൻ ആണെന്ന്, പക്ഷെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് റിവേഴ്സ് പോകും. അവിടെ ആടിക്കളിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന ചില ചാർട്ട് പാറ്റേണുകളുണ്ട്. എല്ലാ ചാർട്ട് പാറ്റേണിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ ബ്രേക്ക് ഔട്ട് കിട്ടത്തില്ല. പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിൽ ഇങ്ങനെ സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കും. അത് ഒരുപാട് സമയത്ത് മിക്ക പാറ്റേണുകളിലും സംഭവിക്കാറുണ്ട്. അപ്പം അത്തരം പാറ്റേണുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ട്രേഡ് ആ ഒരു ചാർട്ട് പാറ്റേണിൽ ട്രേഡ് എടുക്കാണ്ട് അത്തരം ചാർട്ട് പാറ്റേണുകളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അത്തരം ചാർട്ട് പാറ്റേണുകൾ നമുക്ക് കാണാൻ അറിയാം. ഒരുപാട് ബ്രേക്ക് ഔട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പാറ്റേണുകളിൽ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത്തരം സമയങ്ങളിൽ അത്തരം ചാർട്ട് പാറ്റേണുകൾ നമ്മൾ ഒഴിവാക്കുക. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ കൂടെ നമ്മൾ അതിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് സാധ്യതകളോ നമ്മൾ നോക്കിയിട്ടാണ് അത്തരം ഈ അൺസർട്ടൺ ആയിട്ടുള്ള ചാർട്ടുകളെ നമ്മൾ ഒഴിവാക്കുന്നത്. അതൊക്കെ നമ്മൾ ഓരോ ചാർട്ട് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തും. ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ്, റിവേഴ്സിൽ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, അല്ല അൺസർട്ടൺ ആയിട്ട് സൈഡ് വേസ് പോകുന്ന ചില പാറ്റേണുകളുണ്ട്. അതെല്ലാം നമ്മൾ ചാർട്ട് പാറ്റേണിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് 1-2 വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സോൺ കോൺഫ്ലുവേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോൺ കോൺഫ്ലുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ചാർട്ട് പാറ്റേൺ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളതായിരിക്കും അടുത്ത വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർട്ടുകൾ അനലൈസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ചാർട്ട് പാറ്റേണുകൾ ഏതൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്